ഏപ്രിൽ മാസം അവസാനിക്കാൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ സംസ്ഥാനത്തെ പാവപ്പെട്ട സ്ത്രീകൾ ആശങ്കയിലാണ്. ഏറെ പ്രതീക്ഷയോടെ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ വിതരണം 2 മാസത്തിന് ശേഷം 3-ാം മാസം തന്നെ കുടിശ്ശികയാകുമോ എന്ന ആശങ്ക ഉയരുന്നു. അക്ഷയ കേന്ദ്രങ്ങളിൽ മണിക്കൂറോളം ക്യൂവിൽ നിന്ന് അപേക്ഷ നൽകിയ ഗുണഭോക്താക്കൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. ആദ്യ 2 മാസങ്ങളിൽ കൃത്യമായി തുക ലഭിച്ചതോടെ ആശ്വാസത്തിലായിരുന്നു അവർ. ഫെബ്രുവരിയിൽ തുടങ്ങി മാർച്ചിൽ 2-ാം ഘട്ടം വിതരണം ചെയ്തത് തിരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം വൈകുകയാണ്. നിലവിലെ സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഈ താമസം ബോധപൂർവമാണോ എന്ന സംശയം ഗുണഭോക്താക്കൾക്കിടയിൽ ഉയരുന്നു. 30 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള ബി.പി.എൽ വിഭാഗത്തിലുള്ള സ്ത്രീകളെ ഇത്തരത്തിൽ അവഗണിക്കുന്നത് അത്യന്തം ദുഃഖകരമാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കാര്യത്തിലും സമാന അവസ്ഥയാണ്. 18 മാസത്തെ കുടിശ്ശികയായി 29,000 രൂപ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ഭാഗികമായി മാത്രം നടപ്പിലാക്കി. തിരഞ്ഞെടുപ്പിന് മുമ്പ് 5 മാസത്തെ കുടിശ്ശിക നൽകി പ്രതിഷേധം ശമിപ്പിച്ചെങ്കിലും ഏപ്രിൽ മാസത്തെ പെൻഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല. പ്രവാസി ക്ഷേമ പെൻഷനും സമാന അവസ്ഥയിലാണ്. ക്ഷേമ പെൻഷനുകൾ കൃത്യസമയത്ത് വിതരണം ചെയ്യണമെന്ന് സർക്കാർ ഉത്തരവുണ്ടായിരിക്കെ സ്ത്രീ സുരക്ഷാ പെൻഷൻ മാത്രം വൈകുന്നത് ചോദ്യങ്ങൾ ഉയരുന്നു. ഈ മാസത്തെ തുക വിതരണം ചെയ്യാതെ അടുത്ത സർക്കാരിലേക്ക് മാറ്റാനുള്ള ശ്രമമാണോ എന്ന സംശയവുമുണ്ട്. അടുത്ത വാർത്ത അപ്ഡേറ്റ്. ഈ വർഷത്തെ SLC പരീക്ഷാ ഫലം മെയ് 15-ന്, ഹയർ സെക്കൻഡറി ഫലം മെയ് 22-ന് പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. SSLC ഫലപ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ തന്നെ പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ്. മെയ് അവസാനത്തോടെ അതിന്റെ ഫലവും പ്രസിദ്ധീകരിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2-ാം വർഷം ഇംപ്രൂവ്മെന്റ് ഫലം മെയ് 8-നും 1-ാം വർഷ പരീക്ഷാ ഫലം ജൂൺ 10-നും പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. അടുത്ത വാർത്ത അപ്ഡേറ്റ്. കേന്ദ്ര സർക്കാർ പാൻ കാർഡ് നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ്. പുതിയ നികുതി നിയമങ്ങൾ പ്രകാരം ഉയർന്ന മൂല്യമുള്ള ചില പ്രത്യേക ഇടപാടുകൾക്ക് പാൻ കാർഡ് ഹാജരാക്കുന്നത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇനി മുതൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക്, ആഡംബര വാഹനങ്ങളുടെ വാങ്ങൽ, വിദേശയാത്രകൾ തുടങ്ങിയവയ്ക്ക് പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടി വരും. നിശ്ചിത തുകയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനും ഷെയർ മാർക്കറ്റിലെ വലിയ നിക്ഷേപങ്ങൾക്കും പാൻ കാർഡ് നിർബന്ധമാണ്. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള വലിയ തുകകളുടെ പണമിടപാടുകളും ഇനി പാൻ കാർഡുമായിട്ട് ബന്ധിപ്പിക്കും. ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ വിൽപ്പനയ്ക്കും വാങ്ങലിലും പാൻ നിർബന്ധമാണ്. സേവിങ്സ് അക്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതിനും 50,000 രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപങ്ങൾക്കും പാൻ കാർഡ് വേണം. കൂടാതെ ഉയർന്ന തുക വരുന്ന ഹോട്ടൽ, റെസ്റ്റോറന്റ് ബില്ലുകൾ നേരിട്ട് പണമായി അടയ്ക്കുമ്പോഴും പാൻ വിവരങ്ങൾ നൽകേണ്ടതാണ്. പാൻ കാർഡ് വിവരങ്ങൾ കൃത്യമായി നൽകാത്തത് വലിയ പിഴ ശിക്ഷയ്ക്ക് കാരണമാകും. കൂടാതെ പാൻ ഇല്ലാത്ത പക്ഷം ഉയർന്ന DDS നിരക്ക് ഈടാക്കാനും സാധ്യതയുണ്ട്. പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം പാൻ കാർഡ് അസാധുവാകും. അതിനാൽ പാൻ കാർഡ് ഉപയോഗപ്രദമാക്കാൻ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത വാർത്ത അപ്ഡേറ്റ്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വിതരണത്തിൽ സുഗമത ഉറപ്പാക്കുന്നതിനും കള്ളവിൽപ്പന തടയുന്നതിനുമായി പുതിയ നിയന്ത്രണങ്ങൾ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ കമ്പനികൾ സംയുക്തമായാണ് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. ബുക്കിംഗ് നടപടിക്രമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ 2 സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനിടയിലെ സമയപരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ ഇനി 28 ദിവസത്തിന് ശേഷമേ അടുത്ത സിലിണ്ടറിന് ബുക്ക് ചെയ്യാനായിട്ട് കഴിയൂ. മുമ്പ് ഇത് 21 ദിവസമായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ഈ സമയം 45 ദിവസമായി ഉയർത്തിയിട്ടുണ്ട്. സിലിണ്ടർ വിതരണത്തിൽ ഇനി മുതൽ ഡെലിവറി ഓതന്റിക്കേഷൻ കോഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ബുക്ക് ചെയ്യുമ്പോൾ ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭിക്കും. ഈ കോഡ് നൽകിയാൽ മാത്രമേ സിലിണ്ടർ കൈപ്പറ്റാൻ സാധിക്കൂ. പ്രധാനമന്ത്രി ഉജ്ജ്വലോചന ഗുണഭോക്താക്കൾക്ക് ആധാർ അടിസ്ഥാനത്തിലുള്ള ബയോമെട്രിക് ഓതന്റിക്കേഷൻ സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതുവരെ KYC നടപടികൾ പൂർത്തിയാക്കാത്തവർ എത്രയും വേഗം അത് പൂർത്തിയാക്കണം. രാജ്യാന്തര വിപണിയിലെ അസംസ്കൃത എണ്ണ വിലയിലുണ്ടായ വ്യതിയാനം കണക്കിലെടുത്ത് മെയ് 1 മുതൽ സിലിണ്ടർ വിലയിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ ഗാർഹികവും വാണിജ്യവുമായ സിലിണ്ടറുകളുടെ വില വർദ്ധിച്ചിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി. ഏപ്രിൽ 29-ന് 22 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 40 രൂപ കൂടി 5,175 രൂപയായി. പവന് 320 രൂപ കൂടി 41,400 രൂപയിലേക്കാണ് വ്യാപാരം പുരോഗമിച്ചത്. ഇതോടെ ഡെയിലി അപ്ഡേറ്റ്സ് അവസാനിക്കുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.